എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിൻ്റെ ന്യൂ മോഡൽ കളർ പ്രിന്ററായ കനോൺ പിക്സിമ G1010 എന്ന പ്രിന്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ ടെക്നീഷ്യൻ വന്നിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബോക്സിൻ്റെ പുറത്ത് ഏകദേശം സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതിനകത്താണ് പ്രിൻ്റർ ഉള്ളത്. ഞാനിപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ചെരിയാൻ പാടില്ല. നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഒരിക്കലും ഇത് പ്രിൻ്റർ ചെരിയാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രണ്ട് സെക്ഷനായിട്ടാണുള്ളത്. ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഇങ്ക് ബോട്ടിൽസും ഹെഡും പവർ കേബിളെല്ലാം USB കേബിളെല്ലാം വരുന്നത്. പ്രിൻ്റർ കണ്ടില്ലേ, ഇത് ഈ കാണുന്നതാണ് പ്രിൻ്റർ. ഈ ഒരു പോർഷനിൽ വരുന്നത് യൂസർ മാനുവൽ, അതേപോലെ ഡ്രൈവർ CD അങ്ങനത്തതാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ഡ്രൈവർ CD എല്ലാം ഉണ്ട്. ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓൺലൈൻ മീൻസ് കനോണിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രിൻ്റർ പുറത്തോട്ട് വെച്ച് എന്നിട്ട് ഈ കവറെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, കവറെല്ലാം ഒഴിവാക്കി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ടേൺ ഓൺ ചെയ്യരുത് പ്രിൻ്റർ. ഇനി കാണുന്ന ഈ ഓറഞ്ച് സ്റ്റിക്കർ ഫുള്ള് റിമൂവ് ചെയ്യണം. ഇവിടെയൊക്കെ കുറേ ഓറഞ്ച് സ്റ്റിക്കർ കാണാൻ സാധിക്കും. അതെല്ലാം റിമൂവ് ചെയ്യുക. ഒരിക്കലും ഈ സമയത്ത് പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. ഇനിയും നമുക്ക് രണ്ട് പ്രൊസീജിയർ ഇനിയും ഉണ്ട്. ഈ ട്രെയിൻ്റെ ഇവിടെ കാണുന്ന ഈ ഓറഞ്ച് ടാപ്പും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഹെഡ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ചാണ്ട് അവർ ടെക്നീഷ്യൻ വന്ന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റേത് ഈ ഹെഡ് ഇൻസേർട്ട് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻ്റർ റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാരേജ് കാണാൻ കഴിയും. ഇതിൻ്റെ അകത്താണ് ഹെഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ആ ബ്ലൂ ലിവർ പ്രസ് ചെയ്തുകൊണ്ട് കാരേജ് ഓപ്പൺ ചെയ്തു. രണ്ട് ഹെഡാണ് വരുന്നത്. ബ്ലാക്ക് കളറാണ് രണ്ട് ഹെഡ്. ഞാൻ അതിൽ ബ്ലാക്കിൻ്റെ കവർ പാക്ക് പൊട്ടിയതിന് ശേഷം നമുക്കതിൽ ഓറഞ്ച് സ്റ്റിക്കർ ഉണ്ടാവും. അത് റിമൂവ് ചെയ്തതിന് ശേഷം ആ ബി നെയ്തി അതേ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം. നെക്സ്റ്റ് ഈ കളർ ഹെഡും അതേപോലെ കണ്ടില്ലേ, ഓറഞ്ച് സ്റ്റിക്കർ കാണാൻ സാധിക്കും. അത് ഹെഡുമിലുള്ള ഓറഞ്ച് സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്തിരിക്കണം. എന്നിട്ട് കറക്റ്റ് ആ സി എന്നുള്ള ഗ്യാപ്പിലോട്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ക്ലോസ് ചെയ്യണം. ഒരിക്കലും ക്ലോസ് ചെയ്യാതെ പവർ ഓൺ ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കിൻ്റെ ടാങ്കും റൈറ്റ് സൈഡിൽ കളറിൻ്റെ 3 ടാങ്കുമാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കണം. ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ വില കുറഞ്ഞ ഇങ്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. കഴിയുന്നതും ഓൺലൈനിൽ നിന്ന് ഇങ്ക് വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഓൺലൈനിൽ വരുന്നത് ഏകദേശം ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കാണ് വരുന്നത്. പല കസ്റ്റമർക്കും പ്രശ്നമുണ്ട്. അപ്പോൾ ഓൺലൈൻ പർച്ചേസ് മാക്സിമം ഇങ്കിൻ്റെ കാര്യത്തിലെല്ലാം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ബ്ലാക്ക് ഇങ്ക് ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്ത് ലോക്ക് ആക്കണം. പിന്നെ റൈറ്റ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ടാങ്കാണ് വരുന്നത്. കളറിൻ്റെ സിയാൻ, മജന്ത, യെല്ലോ. ബോട്ടിൽമിലും അതേപോലത്തെ കളറിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റേതായ കോഡിലുള്ള ബോട്ടിലെടുത്ത് അതിൻ്റേതായ കോഡിലുള്ള ടാങ്കിലേക്ക് മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും മാറി വയ്ക്കരുത്. അപ്പോൾ സിയാൻ ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് മജന്തയാണ്. മജന്ത ഇങ്കും നമുക്ക് അതേപോലെ തന്നെ സിയാനും ബ്ലാക്കും ഫില്ല് ചെയ്ത പോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. ആദ്യം ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. മജന്തൻ്റെ ബോട്ടിൽ എടുക്കുന്നു. എം എന്നുള്ളതിൻ്റെ ഫുൾ ഫോം മജന്ത എന്നുള്ളതാണ്. എന്നിട്ട് ജസ്റ്റ് ആ ടാങ്കിൻ്റെ ഉള്ളോട്ട് ജസ്റ്റ് ഇൻസെർട്ട് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇങ്ക് ഫില്ലായിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ക് ഫില്ലാവും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് യെല്ലോ ഇങ്ക് ഫില്ല് ചെയ്യാനാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഫിസിക്കലായിട്ട് കാണുന്ന ഈ ഫ്രണ്ട് സൈഡൊക്കെ എപ്പോഴും നിങ്ങൾ നോക്കി ഇങ്ക് ലെവൽ കീപ്പ് ചെയ്യണം. പ്രിൻ്റർ ഒരിക്കലും ഇങ്ക് കഴിയാനായിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും പറയില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ ഇങ്ക് ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഡോറിൻ്റെ ലോക്കാക്കുന്നു. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. പവർ കേബിൾ കണക്ട് ചെയ്ത് ഞാൻ പ്രിൻ്ററിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്തു. പ്രിൻ്റർ കുറച്ച് നേരത്തെ ഇനീഷ്യലൈസേഷന് ശേഷം ലൈറ്റ് ഒന്ന് സ്റ്റഡി ആയി നിൽക്കും. ആ ഗ്രീൻ ലൈറ്റ് ഞാൻ കാണിച്ചു തരാം.
ഇങ്ങനെ സ്റ്റഡി നിൽക്കുമ്പോൾ അതിൻ്റെ താഴെ കാണുന്ന ആ ബട്ടൺ ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ ഓറഞ്ച് ലൈറ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ കൈ എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഇങ്ക് ചാർജിങ് ഫസ്റ്റ് ഇങ്ക് ചാർജിങ് എന്നുള്ള അല്ലെങ്കിൽ ഇനീഷ്യൽ ഇങ്ക് ചാർജിങ് എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടാങ്കിൽ നിന്നും ട്യൂബ് വഴി ഹെഡിലോട്ട് ഇങ്ക് പാസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. കുറച്ച് നേരം ഈ പ്രൊസീജിയർ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ലൈറ്റ് ഇതേപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാം. USB കേബിൾ കണക്ട് ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം കമാൻഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പവർ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത്. ഏകദേശം പേപ്പർ പിക്ക് ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്ത് ഔട്ടായി വരുന്നുണ്ട്. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.